പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. സ്പർശിക്കണമേ കർത്താവേ, ഓരോ മകനെയും മകളെയും ഇവിടെ കണ്ണുനീര് നിന്റെ കൈകൾ നീട്ടിക്കൊണ്ട് ഒപ്പി എടുക്കണമേ കർത്താവേ. മാർഗരോഗികളും തീരാവേദികളും ജീവ ദുരിതങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരെ സ്പർശിക്കണമേ. അമ്മേ 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 പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഇപ്പോഴ് ആരാധന നിമിഷങ്ങളിലെ അമ്മ മധ്യസ്ഥം വഹിക്കണമേ. എല്ലാ മാലാഖമാരെ രക്തസാക്ഷികളെ മധ്യസ്ഥം വഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം മഴ പോലെ പെയ്യട്ടെ. യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം മഴ പോലെ പെയ്യട്ടെ. ആത്മാവേ ആത്മാവേ യേശുവിന്റെ ആത്മാവേ, പ്രിയ കർത്താവേ, ക്രിസ്തുവിന്റെ ആത്മാവേ, രക്തസ്രാവക്കാരെ രോഗപ്പെടുത്തിയ ശക്തിയുടെ ആത്മാവേ, അപ്പോസ്തലന്മാർ ഇറങ്ങി വസിച്ച ശക്തിയുടെ ആത്മാവേ, അഭിഷേകം ചെയ്യണമേ. ഭാരക രോഗങ്ങള്, ബന്ധനങ്ങള്, ജീവ ദുരിതങ്ങള്, എല്ലാ ബന്ധനങ്ങളും, രോഗങ്ങള്, മാനസിക രോഗങ്ങള്, ഡിപ്രഷൻ രോഗങ്ങള്, എല്ലാ തരത്തിലുള്ള അകൃത്യങ്ങള് യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. കർത്താവേ കർത്താവേ, വിശുദ്ധമായ പിടിമുറുപാർന്ന കരം ഓരോ മകന്റെ മേലും വെക്കണമേ. ഉച്ച മുതല് ഉള്ളംകാൽ വരെ കർത്താവിന്റെ അടിപ്പിടലുകള് പായട്ടെ. മാർഗരോഗങ്ങള്, ബന്ധനങ്ങള്, പൈശാചിക സ്വാധീനങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഈ പ്രസൻസ് എന്ന് പറയുന്ന ഉടമ്പടിയിലെ ഏറ്റവും വലിയ സംഭവം പ്രസൻസ് അല്ലേ? ഇപ്പം ആ കുഞ്ഞിൻ്റെ തന്നെ വയറ്റിൽ ദൈവത്തിൻ്റെ കരങ്ങൾ വന്ന് തടവി എന്നേക്കും വേണ്ട തലവേദന വയറുവേദന മാറ്റുന്നത് പ്രസൻസാണ്. പ്രസീന എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ്, പ്രസീന, അത് ഇന്നലെ മറ്റേ പറഞ്ഞു സാക്ഷ്യം, ഞാൻ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. പ്രസീനയുടെ സാക്ഷ്യം സങ്കടകരമായ സാക്ഷ്യം. പ്രസീന കൊല്ലംകോട്. അപ്പോൾ പ്രസീനയുടെ വിഷയം, പ്രസീനയുടെ അപ്പൻ മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരു നല്ല കല്യാണത്തിന് വേണ്ടി ഒരുക്കി കൊടുക്കാൻ ആരുമില്ല. ആ പെട്ടെന്ന് സാഹചര്യത്തിൽ സമ്മർദ്ദം കൊണ്ടൊരു കല്യാണം, പെണ്ണല്ലേ വീട്ടിൽ നിർത്തണം, ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം നടത്തി. അത് ഭയങ്കര കുരിശായി. അതവരുടെ കുടുംബക്കാര്യമായതുകൊണ്ട് ഞാനത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവസാനം എന്ത് വെച്ചാൽ അവർ തന്നെ ചെറുക്കൻ്റെ വീട്ടുകാരൻ്റെ കേസിന് പോകും. നോക്കിയേ, അപ്പനും ഇല്ല, ഭർത്താവുള്ളത്, അതും ഭയങ്കര ടോക്സിക്കായിപ്പോയി. ഒന്നുമില്ല, ഇവർക്ക് ആരുമില്ല, ഉടമ്പടി മാതാവ് മാത്രം. എല്ലാവരും പോയി. ആരും നമ്മുടെ കാര്യം അന്വേഷിക്കാനോ തിരക്കാനോ ആരും ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ഇല്ലെന്ന് പറയരുത്. നിങ്ങൾ പറയണം, അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 കൂടെ സഞ്ചരിക്കുന്ന അമ്മയുടെ വാത്സല്യത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രസീന ഒറ്റക്ക് ദൈവത്തിന്റെ കൂടെ ഒറ്റക്കാണ്. സിംഗിൾ വിത്ത് ഗോഡ് എന്ന് പറയത്തില്ലേ, അതുപോലുള്ള ജീവിതാനുഭവങ്ങളാണ്. സിംഗിൾ വിത്ത് ഗോഡ്, എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. അപ്പം ദൈവം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ജോലി അവൾ വെടിപ്പാട് ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ജോലി അവൾ വെടിപ്പാട് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഒരു ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എല്ലാവരും അമ്മ കാണുന്നുണ്ടല്ലേ, എനിക്ക് ഭർത്താവും ഇല്ല അപ്പനും ഇല്ല, എന്നെ ഒന്ന് കാണാത്ത എന്താണ്?
അതൊരു ഒന്നൊന്നര ചോദ്യമാണേ. അത് നിങ്ങൾക്ക് അങ്ങനെ ആയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എനിക്ക് ഭർത്താവുമില്ല, അപ്പനുമില്ല, എല്ലാവരും നീ കാണുന്നുണ്ട്, എന്നെ എന്താ ഒന്ന് കാണാത്തത്? ഉടമ്പടി എഴുതി എനിക്ക് നിന്നെ കാണണമെന്ന്. ഉടമ്പടിയിൽ പുതുക്കുമ്പോൾ എഴുതണമാണ് എനിക്ക് നിന്നെ കാണണം. എന്നിട്ട് ഉടമ്പടി ഇട്ടിട്ട് അമ്മയുടെ കാര്യവും പറഞ്ഞ് സങ്കടം പറഞ്ഞിട്ട് പോകുവാൾ പോയി വടക്കാഞ്ചേരി ഒരു ആശുപത്രിയിൽ രോഗികളെ, ഒരു പാലിയേറ്റീവ് കെയറിൽ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോകും. ഉടമ്പടി വിധി പ്രകാരം രോഗി പരിചരണം ഉണ്ടല്ലോ, കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ബസ്സിന് പോവുകയാണ്. ബസ്സിന് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഒരു ചേടത്തി അപ്പോൾ ബസ്സിനായി ഇവിടെ ഇരിക്കുകയാണ്. അവർക്ക് സീറ്റ് കിട്ടി അതിൻ്റെ അകത്ത്. അപ്പോൾ ഇവിടെ പ്രായം ചെയ്യുന്ന ഒരു വലിയമ്മ വന്ന് ഒരു കിറ്റൊക്കെ പിടിച്ചോണ്ട്. അപ്പോൾ ഉടനെ ബസ്സിനെ എഴുന്നേറ്റ് എന്നുവെച്ചും പറഞ്ഞാൽ അമ്മ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്ന് ബസ്സിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പ്രസിനായിട്ട് പരിശുദ്ധാത്മ പറഞ്ഞു, നീ ഇരുത്തിയ ആളെ ഒന്ന് നോക്കിക്കാന്ന് പറഞ്ഞു. ഉടനെ ഇരുത്തിയ ആളെ ഇവിടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കൃപാസനം മാതാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വല്ലാത്ത സാക്ഷ്യമാണത്. സിൽവർ ഗ്രേയിലിരിക്കുകയാണ്. എന്താ എഴുതിയിട്ടും പോയത്? അപ്പനുമില്ല, എനിക്ക് ഭർത്താവുമില്ല, എല്ലാവർക്കും നീ കാണുന്നുണ്ട്, എനിക്കൊന്ന് കാണണം. പിന്നെ 3 പ്രാവശ്യം കണ്ട്, ഒന്നല്ല 3 പ്രാവശ്യം. അപ്പം നമുക്ക് ആരുമില്ലെന്ന് നിങ്ങൾ ആരും പറയരുത്. എനിക്കെൻ്റെ അമ്മയുണ്ട്, അമ്മ ചൂണ്ടിക്കാണിച്ചു തരുന്ന ഈശോ ഉണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിത തകർച്ചകളിൽ ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ ചേർക്കുന്ന സ്നേഹത്തിന് സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇതുപോലെയുള്ള വഴികളിലൂടെ പോകുമ്പോൾ ഇപ്പം പ്രസീനായും കോടതി കേസാണ്. 7 കൊല്ലമായിട്ട് കേസ് പറയുകയാണ്. അപ്പനുമില്ല, ഭർത്താവുമില്ല, അവൾ ഒറ്റക്ക് നിന്ന് ദൈവം മാത്രമേ ഉള്ളൂ. ആ കേസ് ഉടമ്പടി എടുത്തോടുകൂടി അമ്മ കോടതിയിൽ പോയി അഡ്വക്കേറ്റായിട്ടാണ്, അമ്മ അഡ്വക്കേറ്റാണല്ല, കോടതിയിൽ പോയി അവൾക്ക് വേണ്ടി വാദിച്ച് അവൾക്കും മകൾക്കും അവളുടെ മകൾക്കും ആവശ്യത്തിന് പണം കോടതിയെ കൊണ്ട് അനുഭവിപ്പിച്ച് അക്കൗണ്ടിലാക്കി കേസും ജയിച്ചു പോകുന്നു. എന്നിട്ട് പ്രശ്നം ഇത് അമ്മ ഏറ്റെടുക്കണം. നിങ്ങൾക്ക് വരുന്നൊരു പ്രശ്നം നിങ്ങൾ നടക്കുമായിരിക്കും അല്ലേ? അപ്പോൾ അവൾക്ക് നടന്ന് അവൾ ഭയങ്കര ലോകത്തിലുള്ള തരികിട പാർട്ടിയാണ്. അവൾ പോയി ഉടമ്പടി എടുത്ത് അവൾക്ക് നടന്നു. ഞാൻ ദൈവം എന്ന് പറഞ്ഞ് നടക്കണം, എനിക്കൊന്നും നടക്കണില്ല. ഇങ്ങനെ കുശുമ്പും പൗശല്യം പറഞ്ഞ് നടക്കുകയാണ് കുറേ ആൾക്കാർ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവാനുഭവം ഇല്ലാത്തത്. മറ്റുള്ളവർക്ക് നടന്ന ഉടമ്പടി നമ്മൾ നടക്കുകയാണ്. അല്ല, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ദൈവത്തിന് നിരക്കാത്ത സ്വഭാവങ്ങളോ രീതികളോ മാറ്റിയെടുക്കാൻ നോക്കുകയല്ല. മറ്റുള്ളവരെ കിട്ടിയതിൻ്റെ കുശുമ്പും പൗശല്യം പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് അസൂയം കയറി നടക്കണതുകൊണ്ടാണ് നിങ്ങളുടെ ഉടമ്പടി അത് സ്പ്രൗട്ടായിട്ട് വരാത്തതിൻ്റെ കാരണം അതാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവത്തെ സ്നേഹിച്ച് 1 യോഹന്നാൻ 2:5 പ്രാർത്ഥിക്കുന്ന ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിയ ദൈവത്തിൽ വസിച്ച് ദൈവം എന്നിൽ വസിച്ച് നിത്യ ഉടമ്പടിയുടെ ഭാഗ്യമായി ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. നിങ്ങളുടെ വചനം പാലിച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അസുഖം വെച്ച് ശ്വാസവും മുട്ടി കൊച്ചു മരണ വെബ്രാളത്തിൽ ഐസിയുലും കിടക്കാതെ അപ്പൻ്റെ പെടലിക്ക് അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അമ്മയുടെ അടുത്ത് പോലും ആകുമ്പോൾ ആ കൊച്ചു പോണില്ല, പെരിസിൻ്റെ കൊച്ചു പോണില്ല. പെരിസിൻ്റെ പെങ്ങന്മാർ വന്ന് അച്ഛൻ പറഞ്ഞു, മാവേ ഇങ്ങോട്ട് വാ, മകൻ ഇങ്ങോട്ട് വാ, ഞാൻ ആൻറ്റി നോക്കിക്കൊള്ളാം. കൊച്ചു പോകത്തില്ല. കൊച്ചിനറിയാം അപ്പൻ്റെ പെടലിക്കെന്ന് കൈ വിട്ട് കഴിഞ്ഞാൽ ഡോക്ടർമാർ കൊണ്ടുപോയി ഐസി കിടത്തുമെന്നറിയാം. അതാണ് കൊച്ചു കൈ വിടാത്തത്. കൊച്ചു ഉണർന്നിരിക്കണം, ഉറങ്ങണ കൂടിയില്ല. രാത്രി മൊത്തം പെൻസിനെ ഉറക്കാതെ കുഞ്ഞുറങ്ങാതെ എന്നെ ഐസിയിൽ ഇടുകയെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പൻ്റെ പെടലിക്ക് അള്ളിപ്പിടിച്ചിരിക്കണം. എന്തൊരു ഗതികേട്. അവൻ നടന്ന വഴി
അവനെ മുഴുവനും ഉറങ്ങാതെ നിന്നില്ലേ ഒരു രാത്രി? നിങ്ങൾ ഉറങ്ങാതെ നിൽക്കുമ്പോൾ വയസ്സിനെ ഓർത്തേക്കണേ. അവൻ അന്ന് അന്ത്യത്താഴത്തിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഈശോ കഴിക്കണില്ലേ, ഈശോ കഴിക്കണില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും, അപ്പായിടത്ത് നാളെ ഈ സമയത്ത് ഞാൻ അപ്പായിടത്തായിരിക്കും. ഇതൊക്കെ വെള്ളിയാഴ്ച രാത്രി. അപ്പായുടെ മേശപ്പുറത്തു നിന്നാണ് ഇനി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോണത്, ഇപ്പം നിങ്ങൾ കഴിക്കാൻ പറയും. അവൻ പട്ടിണി നിന്നാണ് നമുക്ക് വേണ്ടി ഉറക്കമില്ലാതെ വിസ്താരം മേടിച്ച് പിലാത്തോസിൻ്റെ അന്നാസിൻ്റെയും ഗുണ്ടകൾ അവനെ കയ്യാമം വെച്ച് അവൻ്റെ മുതുകിൽ ഉഴുത് അവനെ ഒരു ചോരക്കട്ടയാക്കിയപ്പോൾ അവൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാത്ത രാത്രികൾ അവകാശമായി വരുമ്പോൾ അവൻ നടന്ന വഴിയിലൂടെ നടന്നു വന്നുകൊണ്ട് ഉടമ്പടി പ്രഖ്യാപിക്കാൻ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോനെ കുറിച്ച് ഇതൊക്കെ എഴുതപ്പെട്ടതാണ്. അത് എഴുതിയത് മോശയുടെ പുസ്തകത്തിലാണ്, സങ്കീർത്തനങ്ങളിലാണ്. അതൊക്കെ നിറവേറണമെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അതുപോലെ നിൻ്റെ ജീവിതത്തിൽ എഴുതപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിറവേറുന്ന ഉടമ്പടിക്കാലത്ത് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നിന്നെ ദൈവം കൈപിടിച്ച് കൊണ്ടുപോകുന്ന മനോഹരമായ കാഴ്ചയാണ് പ്രിൻസിൻ്റെ ജീവിതം. നമ്മൾ ലുക്കാൻ്റെ സുവിശേഷം 24:44 വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ, ലൂക്കാ 24:44. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്താണ് പൂർത്തിയാകേണ്ടത്? ഈശോ പൂർത്തിയായെന്ന് മരിച്ചു കഴിയുമ്പോൾ ഈശോ പറയുന്നതാണ് ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് എന്നാണ് പറയണത്. എല്ലാം പൂർത്തിയായി. എന്താണ് പൂർത്തിയായത്? മോശയിലെ തിരുവെഴുത്ത് പൂർത്തിയായി, സങ്കീർത്തനങ്ങളെ തിരുവെഴുത്ത് പൂർത്തിയായി, പ്രവാചകന്മാരുടെ തിരുവെഴുത്ത് പൂർത്തിയായി. എന്താണ് ആ തിരുവെഴുത്ത്? എന്താണ് ആ തിരുവെഴുത്തെന്ന് ലൂക്കാ 24:46 പറയും. ശ്രുതികട്ടെ ഹല്ലേലൂയ, ലൂക്കാ 24:46. അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. അപ്പൊ നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അവൻ പറയണ പോലെയാണ് ചെയ്യേണ്ടത്. അവൻ പറയണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ പൂർണ്ണമാകുകയാണെങ്കിൽ ആ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷിയാക്കുന്നതാണ് ഉടമ്പടി. ശ്രുതികട ഹല്ലേലൂയ,
സഹനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് സഹനത്തിൻ്റെ ഒരു ചോര ചവിട്ടിക്കൊണ്ടാണ് പോണത്. അതെപ്പോഴും ഓർത്തേക്ക്. എന്തെങ്കിലും സഹനം വരുമ്പോൾ നിങ്ങൾ ഉടനെ മോങ്ങരുത്. ഓ, ഞാൻ ഉടമ്പടി എടുത്തല്ല, എനിക്ക് എന്തിനും സഹനം വന്നില്ല. അല്ല, അത് ഉടമ്പടി എടുക്കാത്തവർക്ക് വരുന്ന സഹനം പോലല്ല, ഉടമ്പടി എടുക്കുന്നവർക്ക് വരുന്ന സഹനങ്ങൾ. ആ സഹനം എന്താണ്? അവർ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ തിരിച്ചറിവ് ഉണ്ടാകണം. ഇതറിവല്ല, തിരിച്ചറിവാണ്. ഉടമ്പടി എടുക്കാത്തവർക്ക് സഹനമുണ്ട്, നമുക്കും സഹനമുണ്ട്. പക്ഷേ നമ്മുടെ സഹനം എന്താണ്? അത് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? 24:46 ക്രിസ്തു സഹിക്കുന്നതും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നതും ചെയ്യണമെന്നുള്ളത് തിരുവെഴുത്തിൻ്റെ പൂർത്തീകരണമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം, ഇപ്പം നമ്മുടെ ഹിതം നിറവേറുക, വീട് വേണം, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വിദേശത്ത് പോകണം, അത് നമ്മുടെ ഹിതം. അത് ഉടമ്പടി നമ്മൾ കാണുന്ന വീക്ഷണമാണ്. ദൈവം കാണുന്നൊരു വീക്ഷണമുണ്ട്. എന്താണ്? നീ ദൈവസ്നേഹത്തിൽ നിറയണം, അതിന് സഹനത്തിൻ്റെ വഴികളിലൂടെ പോകണം, ദൈവസ്നേഹം പൂർണ്ണമാകണം, അങ്ങനെ നിന്റെ ആത്മാവ് മഹത്വപ്പെടണം, നിത്യത നിനക്ക് അവകാശമാക്കണം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. നന്ദി, ഈശ്വരാധന. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു, ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം പതറരുത്. പതറാതെ ഈ കുഞ്ഞ് പ്രിൻസിൻ്റെ പെടലിക്കൊന്നും മാറാതെ അപ്പ ഇട്ടും പോയി എന്നെ ഐസിലാക്കി, ഞാൻ അവിടെ കിടന്ന് ചത്തുപോകുന്ന കുഞ്ഞ് പേടിച്ചിട്ട് അപ്പ എന്നെ പെടലിക്ക് ഇങ്ങനെ അമുങ്ങി പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പ്രിൻസ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. എന്താ പറയണത്? ഞാൻ ആശുപത്രി ഐസിയുലല്ല അമ്മേ, ഞാൻ ആലപ്പുഴ കൃപാസനത്തിൽ അമ്മയുടെ മുമ്പിലാണ്. ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ കൊച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ലാസ്റ്റ് ഓപ്ഷനാണ്. അവൻ കരഞ്ഞുകൊണ്ട് എന്ന് പറയും, ഞാൻ കരയണത് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുമ്പിൽ ഞാൻ ആലപ്പുഴ വന്ന് അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ കരഞ്ഞ് പറയണ ഈ കുഞ്ഞിൻ്റെ പ്രാണന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഡോക്ടറോട് പറയും ഇഞ്ചക്ഷൻ എടുക്കാൻ പറയും. ആ ഒറ്റ ഇഞ്ചക്ഷനോടെ കൊച്ചു രക്ഷപ്പെട്ടു പോകും. അതാണ്, അതായത് ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുചേരുകയാണ്. അതാണ് 24:46 എന്താ എഴുതിയിരിക്കണത്? ക്രിസ്തു സഹിക്കുകയും, എന്തിനാ സഹിക്കണത്? 3-ാം ദിവസം മഹാപ്രാഭവത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കാൻ. നിന്റെ ഉയർത്തെഴുന്നേൽപ്പും ദൈവത്തിൻ്റെ നിന്നെ മഹത്വപ്പെടുത്തുന്നതും ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലാണ് ഉടമ്പടി പ്രകാരമുള്ള സഹനങ്ങൾ വരണത്. അതിവനെപ്പോലെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. ശ്രുതിക പരമദിവ്യകാരുണ്യത്തിന്. അതായത് പ്രത്യാശയും അതേസമയം തന്നെ പ്രയാസങ്ങൾ ഒരുമിച്ചാണ് ചില സമയത്ത് വരണത്. ഇനിയിപ്പോൾ ഒരു പ്രത്യാശയുണ്ട്. പ്രിൻസിനും യൂറോപ്പിൽ പോകണം. പക്ഷേ പുള്ളിയുടെ ഒരു സ്വപ്നമാണ്, നടക്കത്തില്ലെന്ന് പുള്ളിക്കറിയാം. കാര്യം പുള്ളിക്ക് ഇംഗ്ലീഷ് വശമില്ല. ഇംഗ്ലീഷ് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ ഞാൻ ഇംഗ്ലീഷ് കേട്ടാൽ പാനിക്കാവും, പാനിക്കാൽ പേടിച്ചു പോകും. അപ്പോൾ ഇതിന് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാതാവ് പറയും കൊടുക്കൂ, റെസ്യൂം കൊടുക്കൂ, നിൻ്റെ ബയോഡേറ്റ കൊടുക്കൂ എന്ന് അമ്മ പറയും. ഉടമ്പടി ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അമ്മ പറയും ഉടമ്പടി കൊടുക്കൂ. അപ്പോൾ ഞാൻ എങ്ങനെ പോകാം? ഞാൻ എത്രയോ ഇൻ്റർവ്യൂവിന് പോയി തോറ്റൊരു മനുഷ്യനാണ്. ഇവിടെ ചരിത്രമേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തോറ്റ ചരിത്രമേ ഉള്ളു പുള്ളിക്കും. അതുകൊണ്ട് ആ മേഖല കോൺഫിഡൻസ് ഇല്ല. എങ്കിലും പുള്ളി സ്വിറ്റ്സർലൻഡിലേക്ക് പോകാൻ വേണ്ടി അയർലൻഡിലേക്ക് പോകാൻ വേണ്ടി റെസ്യൂം കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ ഇയാളെ ഒന്ന് സംസാരിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിൻസേ, ഇത് 25 റെസ്യൂമാണ് എൻ്റെ കയ്യിൽ, 25. ഇതിൻ്റെ ഇവരെങ്ങാനും കയറി സംസാരിച്ച ഇതിൻ്റെ 26ാമത്തെ സ്ഥലത്ത് പോലും നിന്നെ കൂട്ടാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ കോൺഫിഡൻസ് പോകും, ഏജൻറ്റ് നിന്നെ കോൺഫിഡൻസ് കളയും.
അതനുസരിച്ച് പിന്നെ ഇവൻ വരുന്ന ഇൻ്റർവ്യൂവിനൊക്കെ തോക്കും. അന്നേരം അവർ പറയണമെന്ന് അവർ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ എൻ്റെ തൊണ്ട വരളാൻ തുടങ്ങും. കാരണം എനിക്ക് പറയാൻ തിരിച്ച് അവർ പറഞ്ഞു അവർ പറയണേക്ക് മനസ്സിലാകണില്ല. അപ്പം പെട്ടെന്ന് പെൻഷന് ഒരു ബോധം വന്ന് മാതാവ് പറയും ആ ഉപ്പെടുത്ത് വായിടാൻ പറയും. അപ്പം കേൾക്കുമ്പോൾ നമുക്ക് തോന്നി ഇത് എന്താ ഇങ്ങനെയെന്ന്. പക്ഷേ ഉടമ്പടി വഴിയാണത്. എന്നിട്ട് ഇവൻ പറയവേ ഞാൻ ഉടനെ അമ്മയോട് പറഞ്ഞിട്ട് ഉടമ്പടി ഉപ്പെടുത്ത് വായിലിട്ടിട്ട് ഇൻ്റർവ്യൂവിന് പോയി. അത് ഗ്ലൂക്കോസ് പോലെ മധുരിച്ച് തണുത്ത് എൻ്റെ ഉള്ളിലിറങ്ങി. എന്നിപ്പോൾ നിങ്ങൾ പോയി ബാക്കി പ്രഷർകാർ പോയി ഉപ്പെടുത്ത് വായിട്ടെടുത്ത് കേട്ടോ. ഇപ്പം തന്നെ ഓരോ അവസരം വരുമ്പോൾ ഓരോരുത്തരും വിശ്വാസം പ്രഖ്യാപിക്കുന്ന കാര്യമാണ് ഞാൻ പറയണത്. അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മ പ്രഷറായിരുന്നു, അച്ഛൻ പറഞ്ഞ് പ്രസംഗിച്ച് ഉപ്പ് വായിടാം, അതേ എടുത്ത് വായും പൊളിച്ച് കിടക്കണത്. അതുപോലെ കോടതി കേസിന് പോകരുത്. അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ അവരവരുടെ പ്രത്യേകതയാണത്. ഞാൻ പറയുന്നത് അവരുടെ ആ ഓരോരുത്തരുടെ ദൈവം നയിക്കണ രീതി ചിലപ്പോൾ നിങ്ങളെ നയിക്കണ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ഒരാളെ നമുക്ക് അതുപോലെ അങ്ങോട്ട് അനുകരിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ നിലവാരം അനുസരിച്ചുകൊണ്ട്. അപ്പോൾ ഇവനെ സംബന്ധിച്ച് ഇവന് സംസാരിക്കാൻ പറ്റത്തില്ല, പാനിക്കാകാനാണ് ഇവൻ്റെ പ്രശ്നം. അവർ പറഞ്ഞാൽ കേൾക്കാത്തതാണ് അവൻ്റെ പ്രശ്നം. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, അവൻ പറയണേ എനിക്കറിയാവുന്ന മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. അങ്ങനെ ഒരാളെ അമ്മ കൊണ്ടുവന്നെന്ന്. അതൊക്കെ ഭയങ്കര പരിപാടിയാണ് ഇതിൽ നടക്കുന്നത്. അതായത് ഇവൻ്റെ ഗതികേട് അമ്മയ്ക്കറിയാം. ഇവൻ വാ പൊളിച്ച മറ്റുള്ളവർ അപ്പം തന്നെ ഇവനെ ഔട്ടാക്കും. പക്ഷേ ഇവൻ വിശ്വാസം പ്രഖ്യാപിക്കും. അമ്മയുടെ ഉപ്പെടുത്ത് വായിടും. കാര്യം ഞാനല്ല ഇനി ഞാൻ തോറ്റാൽ നീ തോറ്റ പോലെ ഇരിക്കും. കാര്യം ഞാൻ നിന്നെ വായിലിട്ടാണ് സംസാരിക്കണത്. അമ്മ എന്ത് ചെയ്ത്, അമ്മയ്ക്കത് അറിയാവുന്ന കാരണം അമ്മ എന്ത് ചെയ്ത് ഇവനെ അറിയാവുന്ന മാത്രം ചോദിക്കാൻ പറ്റിയ ഒരാളെ കൊണ്ടുവന്ന് സായിപ്പിനെ വെക്കും. സായിപ്പ് ഇവനെ അറിയാവുന്ന മാത്രം ചോദിക്കും. ഇവന് അതുപോലെ മണിമണി ഉത്തരം പറയും. നല്ല ധൈര്യത്തിന് അതുപോലെ ഞാൻ പാസ്സായി. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതം നോക്കിയേ എങ്ങനെ കിടന്നൊരു മനുഷ്യനാണ് ഉടമ്പടി വഴി ഇന്ന് എവിടെ എത്തിയിരിക്കണം. ഇപ്പോൾ വൈഫും കയറിപ്പോവുകയാണ്, അവിടെ ജീവിതം അങ്ങനെ മാറിപ്പോവുകയാണ്. പക്ഷെ അവർ വന്ന ഉടമ്പടിയുടെ ആ വഴികൾ ഭയങ്കരമാണ്. ആ വഴികളിലൊക്കെ അവർ വിശ്വാസം പ്രഖ്യാപിച്ച് ക്രിസ്തു അവൻ നടന്ന വഴി എന്ന് പറഞ്ഞ വല്ലാത്തൊരു വഴിയാണ്. അതിൽ പറയണത് അവൻ നടന്ന വഴി ചിലപ്പോൾ നടക്കേണ്ടി വരും. ആ പൂർണ്ണ ദൈവസംഘത്തിൻ്റെ പൂർണ്ണലെത്തിക്കാൻ 1 യോഹന്നാൻ 2:6 അവൻ നടന്ന വഴിയിലൂടെ നടക്കണം. അവൻ നടന്ന വഴി എന്താണ്? അവൻ നടന്ന വഴി ലുക്ക 24:46 എന്താണ്? മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കയറേണ്ടത് ആവശ്യമായിരുന്നില്ല. സകലം എന്താണ്? ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത. അതിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവമഹത്വം. അതിൻ്റെ ഫലം എന്താണ്? നിത്യത. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. മക്കളെ, വേദനയുള്ള സ്ഥലത്ത് കൈകൾ വെക്കുക. അഭിഷേകത്തിൻ്റെ ശക്തിയുടെ സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ ദൈവിക മുഹൂർത്തങ്ങൾ ആരാധനയ്ക്ക് ഇപ്പോൾ നമുക്ക് അവകാശമാണ്. നിങ്ങൾ വേദനയുള്ള എല്ലാ ഇടങ്ങളിലും കൈകൾ വെക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. അതേസമയം ജീവിതത്തിൻ്റെ ദുരിതങ്ങൾക്ക് വേണ്ടിയും തടസ്സങ്ങളും നിവാരണത്തിന് വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കും. 5 മിനിറ്റായ പ്രാർത്ഥന സമയം ഇടിമുഴക്കം പരിശോധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിൻ്റെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ.
എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ മാർഗരോഗങ്ങൾ, തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, 38 വർഷമായി അർപ്പിച്ച കൃപായുടെ ശക്തിയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ചുച്ചു മുതൽ ഉള്ളംകാലം വരെ മാരക രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, അതുപോലെ എപ്പിലെപ്സി രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ, അപസ്മാര രോഗങ്ങൾ, ഡിപ്രഷൻ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, മെഡുല്ല രോഗങ്ങൾ, ബ്രെയിൻ്റെ രോഗങ്ങൾ, കരളിൻ്റെ രോഗങ്ങൾ, അതുപോലെ തന്നെ കിഡ്നി രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, വാതരോഗങ്ങൾ, പേശി രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസൈറ്റ് രോഗങ്ങൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമം ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. മക്കളെ, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വിവാഹം ഒത്തുവരാത്തവര്, മക്കളില്ലാത്തവര്, വിദേശത്ത് ജോലി ശരിയാത്തവര്, അവിടെ തിരിച്ചു പോരാൻ പോണവര്, ഗ്രീൻ കാർഡ് കിട്ടാത്തവർ, PR ലഭിക്കാത്തവർ, നാട്ടിൽ നിന്ന് റിസൾട്ട് പരീക്ഷകളുടെ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവർ, ജപ്തി നടപടി നേരിടുന്നവർ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവർ, കുടുംബ കലഹത്തിലുള്ളവർ, കുടുംബക്കോടതി കേസുള്ളവർ, മാതാപിതാക്കന്മാരെ മാനിക്കാത്തവർ, തെറ്റായ പ്രണയത്തിൽ അകപ്പെട്ടവർ, ഇങ്ങനെ എല്ലാ വ്യവസായം നടക്കാത്തവർ, വ്യാപാരം നടക്കാത്തവർ, ജീവിതമാർഗം മുട്ടിയവർ, എല്ലാ മേഖലകളിലും ശത്രുക്കളുള്ളവർ, അതെല്ലാം ശിരസ് കൈവച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ശിരസ് എല്ലാവരും ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവത്തിന്റെ ശക്തിയാൽ ജീവിത തടസ്സങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തില്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വെളിച്ചമില്ലാത്തവര്, കടങ്ങളുള്ളവര്, കോടതി കേസുള്ളവര്, കുടുംബക്കോടതി കേസുള്ളവര്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, വിദേശത്തിലേക്ക് ശ്രമിക്കുന്നവര്, വിദേശത്തിൽ നഷ്ടപ്പെട്ടു പോയവര്, കുടുംബത്തിൽ കലഹങ്ങളുള്ളവര്, യേശു ക്രിസ്തു ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദുരിതങ്ങൾ, തടസ്സങ്ങൾ മാറിക്കൊണ്ട് ആരാധനയിലൂടെ നാമം മഹത്വപ്പെടുത്തട്ടെ. മക്കളെ, മുട്ടനിക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛനും മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളെ വിട്ടുപോയ കാര്യങ്ങളും നിങ്ങളുടെ ഉടമ്പടി വെച്ച വിഷയങ്ങളും ഈശോയോട് പരിശുദ്ധയുടെ മാധ്യസ്ഥതയിൽ അപേക്ഷിക്കുക. ഓൺലൈനിലുള്ളവർ പ്രത്യേകിച്ച്. അവൻ നടന്ന അതേ വഴിയിലൂടെ നടന്ന് മഹത്വം കരയറ്റുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ